ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡെയിലി ഇംഗ്ലീഷ് ക്ലാസ് റൂമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ യൂണിറ്റിലെ ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ ആ യൂണിറ്റിലെ ചില ആക്ടിവിറ്റീസൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആവശ്യമുള്ളവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഒരു പാഠത്തിലെ ഇതിൻ്റെ ഒരു എൻട്രി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പറഞ്ഞിട്ടുള്ള ഒരു തമാശയോട് കൂടിയാണ് ഈ ഒരു യൂണിറ്റ് ആരംഭിക്കുന്നത്. ഐ വേക്ക് അപ്പ് എവറി മോർണിംഗ് അറ്റ് 9 ആൻഡ് ഗ്രാബ് ഫോർ ദ മോർണിംഗ് പേപ്പർ. ദെൻ ഐ ലുക്ക് അറ്റ് ദ ഒബിച്വറി പേജ്. ഇഫ് മൈ നെയിം ഈസ് നോട്ട് ഓൺ ഇറ്റ് ഐ ഗെറ്റ് അപ്പ്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ ദിവസവും 9 മണിയാകുമ്പോൾ എഴുന്നേറ്റിട്ട് പേപ്പർ നോക്കും. പേപ്പറിലെ ചരമകോളം നോക്കിയിട്ട് അതിൽ തൻ്റെ പേരില്ലെങ്കിൽ എഴുന്നേൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ഒന്നാമത്തെ ഒരു സംഭവമായിട്ട് മിസ്റ്റർ കോനൻ ഡോയിലിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, ഡു യു തിങ്ക് ദ ക്യാബ് മാൻ ഈസ് എ ഗുഡ് ഡിറ്റക്റ്റീവ് വൈ? അപ്പോൾ ഈ വണ്ടി ഓടിച്ചു കൊണ്ടുവന്ന ആൾ അല്ലെങ്കിൽ ഡ്രൈവർ, ഇദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്താണ് കാരണം? യെസ്, I think the cabman is a good detective because he was able to recognize Mr. Conan Doyle just by looking at him and noticing his nice suit. കാരണം ഇദ്ദേഹം ഈ ആർതർ കോനൻ ഡോയിലിൻ്റെ അദ്ദേഹത്തെ കണ്ടപ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്യൂട്ടൊക്കെ ശ്രദ്ധിച്ച് അദ്ദേഹം ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി. He also read about Doyle's visit in the newspapers, which shows he pay attention to details. അതുപോലെ തന്നെ ഇദ്ദേഹം ന്യൂസ് പേപ്പറൊക്കെ വായിച്ച് ഈ മിസ്റ്റർ ഡോയിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്നുള്ള ഒരു വാർത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ കാര്യങ്ങൾ വരെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്ന് മനസ്സിലാക്കാം. However, he also mentions that he saw the name on the luggage. പിന്നെ അവസാനമാണ് അദ്ദേഹം പറയുന്നത്, ഈ ഒരു ബാഗിൻ്റെ പുറത്ത് അദ്ദേഹത്തിൻ്റെ പേര് ആർതർ കോനൻ ഡോയിൽ എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം. വിച്ച് മീൻസ് ഹി യൂസ് സം ഒബ്വിയസ് ക്ലൂസ് ടു. അപ്പോൾ കുറച്ച് ക്ലൂവും അദ്ദേഹം ഇവിടെ ഉപയോഗിച്ചു ഈ വ്യക്തി ആരാണെന്ന് മനസ്സിലാക്കാൻ. സോ വൈൽ ഹി ഹാസ് സം ഡിറ്റക്റ്റീവ് സ്കിൽസ് ഹി ഓൾസോ റിലേറ്റ് ഓൺ സിമ്പിൾ ഇൻഫർമേഷൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഡിറ്റക്റ്റീവ് കഴിവുകളുണ്ട്, പക്ഷേ അദ്ദേഹം ഈ ഇതുപോലെയുള്ള ചെറിയ ഇൻഫർമേഷൻസും ശ്രദ്ധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മറ്റൊരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അത് ഇതാണ്, ഹു ഡിഡ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ വൈ? അപ്പോൾ ഇവിടെ അമേരിക്കൻ റൈറ്റർ മാർക്ക് ട്വെയിൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവമാണ്. ഇദ്ദേഹം ഒരു ട്രെയിനിൽ കയറുകയും അങ്ങനെ ട്രെയിനിൽ വെച്ചിട്ട് ട്രെയിനിലെ കണ്ടക്ടറോട് തന്നെ ഇന്ന സ്ഥലത്ത് ഇറക്കണം, ഡിജോൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കണം, ആ സമയത്ത് എന്നെ വിളിച്ച് എണീപ്പിക്കണം, ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും, പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമാക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം ഉറങ്ങാൻ കിടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം കൂടുതൽ സമയം ഉറങ്ങിപ്പോവുകയും അങ്ങനെ ഈ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞ് പാരീസിൽ എത്തിച്ചേരുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം കണ്ടക്ടറോട് പറയുകയാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ കണ്ടക്ടർ പറയുകയാണ്, വേറൊരു അമേരിക്കക്കാരനെയാണ് ഇദ്ദേഹം ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ അദ്ദേഹം ഇതിലും വളരെ ചൂടായിട്ടാണ് എന്നോട് സംസാരിച്ചതെന്ന് പറയുകയാണ്. ഹു ഡിഡ് ദ കണ്ടക്ടർ പുട്ട് ഓഫ് ദ ട്രെയിൻ വൈ? എവിടെയാണ് ഈ കണ്ടക്ടർ, ആരെയാണ് ഈ കണ്ടക്ടർ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ടത്, എന്തുകൊണ്ട്? ദ കണ്ടക്ടർ പുട്ട് ഓഫ് ആൻ അമേരിക്കൻ പാസഞ്ചർ. വേറൊരു അമേരിക്കൻ പാസഞ്ചർ ആയിപ്പോയി. അറ്റ് ഡിജോണിൽ ഇറക്കി വിട്ടു. ദിസ് ഹാപ്പൻഡ് ബിക്കോസ് മാർക്ക് ട്വെയിൻ, ഹു വാസ് സപ്പോസ്ഡ് ടു ഗെറ്റ് ഓഫ് അറ്റ് ഡിജോൺ, ഓവർ സ്ലെപ്റ്റ് ആൻഡ് എൻഡഡ് അപ്പ് ഇൻ പാരീസ് ഇൻസ്റ്റഡ്. അപ്പോൾ അദ്ദേഹം ഉറങ്ങിപ്പോവുകയും അങ്ങനെ പാരീസിൽ എത്തിച്ചേരുകയും ചെയ്തു. ദ കണ്ടക്ടർ മെൻഷൻഡ് ദാറ്റ് ദ അതർ അമേരിക്കൻ വാസ് ഈവൻ ആംഗ്രിയർ ദാൻ ട്വെയിൻ വെൻ ഹി വാസ് പുട്ട് ഓഫ് ദ ട്രെയിൻ. അപ്പോൾ അവിടെ നിന്ന് വേറൊരാളെ ഇറക്കി വിടുകയാണ് ചെയ്തത്. അപ്പോൾ ആ മനുഷ്യൻ ഇദ്ദേഹത്തെക്കാളും കൂടുതൽ ദേഷ്യത്തിലാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. വിച്ച് ആഡ്സ് എ ഹ്യൂമറസ് ട്വിസ്റ്റ് ടു ദ സ്റ്റോറി. ഇപ്പോൾ ഇതിൻ്റെ അവസാനമാണ് നമുക്ക് ഈ കഥയുടെ ഈ ഒരു ട്വിസ്റ്റ് മനസ്സിലാവുകയുള്ളൂ. അതായത് ഈ കണ്ടക്ടർ ഇദ്ദേഹമാണെന്ന് ധരിച്ചുകൊണ്ട് വേറൊരു അമേരിക്കക്കാരനെയാണ് അതിന് മുൻപുള്ള സ്റ്റേഷനിൽ ഇറക്കി വിട്ടത്. ഇനി ഐൻസ്റ്റീൻ്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം. വൈ ഡിഡ് ഇറ്റ് ടേക്ക് ആൽബർട്ട് ഐൻസ്റ്റീൻ സോ ലോങ് ടു സ്പീക്ക്? ഇപ്പോൾ ചെറുപ്പത്തിൽ സംസാരിക്കാറില്ലായിരുന്നു, കുറേ കാലത്തിന് ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത്.
അപ്പോൾ എന്തായിരുന്നു അദ്ദേഹം അങ്ങനെ കുറേ വൈകി സംസാരിക്കാൻ തുടങ്ങിയതെന്നാണ് ചോദ്യം. ആൽബർട്ട് ഐൻസ്റ്റീൻ took a long time to speak because he was a late talker. വളരെ വൈകിയാണ് സംസാരിക്കാൻ ആരംഭിച്ചത്. കുട്ടിയായിരുന്ന സമയത്ത്, സാധാരണ കുട്ടികളൊക്കെ സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹിസ് പേരൻസ് were worried about his development, but he only spoke when he felt it was necessary. അപ്പോൾ അത്യാവശ്യത്തിന് മാത്രം സംസാരിക്കുകയേ ഉണ്ടായിരുന്നുള്ളൂ. When he finally spoke at the dinner table to say the soup is too hot. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹത്തിന് സൂപ്പ് കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഈ കുട്ടി ആൽബർട്ട് ഐൻസ്റ്റീൻ സംസാരിച്ചു. അപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ദ സൂപ്പ് ഈസ് ടു ഹോട്ട്, ഇതിന് ഭയങ്കര ചൂടാണല്ലോ എന്നാണ് പറഞ്ഞത്. ഇറ്റ് സർപ്രൈസ്ഡ് എവ്രി വൺ. ഹി എക്സ്പ്ലെയിൻഡ് ദാറ്റ് ഹി ഡിഡ്ന്റ് സേ എനിത്തിങ് ബിഫോർ ബിക്കോസ് എവറിത്തിങ് വാസ് ഫൈൻ അണ്ടിൽ ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ എന്താണ് സംസാരിക്കാൻ തുടങ്ങിയത് എന്നൊക്കെ ആൾക്കാരിങ്ങനെ അത്ഭുതപ്പെട്ടു, രക്ഷിതാക്കൾ അത്ഭുതപ്പെട്ടു. അപ്പം ഇദ്ദേഹം പറയുകയാണ്, ഞാൻ ഇതുവരെ സംസാരിക്കാതിരുന്നത്, ഇതുവരെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിരുന്നു, അതിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ ഇന്നാണ് ഈ കിട്ടിയ ഭക്ഷണത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം സംഭവിച്ചിരിക്കുന്നത്. ഡു യു തിങ്ക് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ടിൽ ഐൻസ്റ്റീൻ കംപ്ലൈൻറ്റ് അബൌട്ട് ദ സൂപ്പ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ ഇദ്ദേഹം ഈ സൂപ്പിനെ പറ്റിയുള്ള പരാതി പറയുന്നതിന് മുമ്പ് എല്ലാം ശരിയായിരുന്നോ? യെസ്, ഇറ്റ് സീംസ് ദാറ്റ് എവറിത്തിങ് വാസ് ഓൾ റൈറ്റ് ഫോർ ഐൻസ്റ്റീൻ അണ്ടിൽ ഹി കംപ്ലൈൻറ്റ് അബൌട്ട് ദ സൂപ്പ്. ഹിസ് റെസ്പോൺസ് suggests that he was content and didn't feel the need to speak until he encountered something that bothered him. അപ്പോൾ ഇദ്ദേഹത്തെ ബാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിക്കാറില്ല. പക്ഷേ എന്തെങ്കിലും തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ സംസാരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ദിസ് ഷോസ് ദാറ്റ് ഹി വാസ് ഒബ്സർവൻറ്റ് ആൻഡ് ഓൺലി സ്പോക്ക് അപ്പ് വെൻ ഹി ഹാഡ് സംതിങ് ഇമ്പോർട്ടൻറ്റ് ടു സേ. പ്രധാനപ്പെട്ട എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മാത്രം സംസാരിക്കുന്ന ഒരാളായിരുന്നു. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് പോകാം. ഇതിൻ്റെ ആക്ടിവിറ്റീസിൽ കുറച്ച് കുസൃതി ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ട്രൈ ടു ഫൈൻഡ് ദ ആൻസേഴ്സ് ടു ദ ഫോളോയിങ് ഫണ്ണി ക്വസ്റ്റ്യൻസ്. ദ പിക്ചേഴ്സ് മേ ഹെൽപ്പ് യു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഓരോന്നിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാം. ഒന്നാമത്തത്, വിച്ച് ലെറ്റർ ഓഫ് ദ ആൽഫബറ്റ് കണ്ടെയ്ൻസ് എ ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ? അല്ലേ, ധാരാളം വെള്ളം അടങ്ങിയിരിക്കുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ ഏതാണ്? അപ്പോൾ ആ ലെറ്റർ എന്ന് പറയുന്നത് സി ആണ്. കാരണം കടൽ എന്ന അർത്ഥത്തിലും സി എന്നുള്ളത് ഉപയോഗിക്കാം. അതിൻ്റെ ശബ്ദം സെയിമാണ്. രണ്ടാമത്തത്, വൈ ആർ ഫിഷ് സോ സ്മാർട്ട്? അപ്പോൾ മീനുകൾ ഒക്കെ എന്താണ് ഇത്ര സ്മാർട്ടാവാനുള്ള കാരണം? ബിക്കോസ് ദേ ലിവ്ഡ് ഇൻ സ്കൂൾസ്. അല്ലെ, മീൻ കൂട്ടത്തിന് നമ്മൾ സ്കൂൾസ് എന്നാണ് പറയുക. അപ്പോൾ ഇതിൽ സ്കൂൾസിലാണ് ഇത് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് ഇത്രയും സ്മാർട്ടെന്ന് പറയുകയാണ്. വൈ ഡിഡ് ദ കിഡ് ഈറ്റ് ഹിസ് ഹോംവർക്ക്? എന്തുകൊണ്ടാണ് കുട്ടി തൻ്റെ ഹോംവർക്ക് എടുത്ത് തിന്നു കളഞ്ഞത്? ബിക്കോസ് ഹിസ് ടീച്ചർ ടോൾഡ് ഹിം ഇറ്റ് വാസ് എ പീസ് ഓഫ് കേക്ക്. അല്ലേ, ഇതൊരു പീസ് ഓഫ് കേക്ക് ആണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അല്ലേ, പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം വളരെ എളുപ്പമുള്ളൊരു വർക്കാണെന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇതൊരു കേക്കാണെന്ന് വിചാരിച്ച് ചിലപ്പോൾ കുട്ടി തിന്നിട്ടുണ്ടായിരിക്കാം. ദ മോർ യു ടേക്ക് ദ മോർ യു ലീവ് ബിഹൈൻഡ്. എത്ര കൂടുതൽ എടുക്കുന്നോ അത്രയും പുറകിൽ വരുന്നു. എന്താണ് സംഭവം? അത് ഫുഡ് സ്റ്റെപ്സ് ആണ്, ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. വിച്ച് ബിൽഡിംഗ് ഹാസ് എ നമ്പർ ഓഫ് സ്റ്റോറീസ്? അല്ലേ, ഒരുപാട് കഥകളുള്ള ഒരു ബിൽഡിംഗ്. ഏതാണ്? എ ലൈബ്രറി. വൈ ഈസ് ഹിസ്റ്ററി എ സ്വീറ്റ് സബ്ജക്റ്റ്? ഹിസ്റ്ററി എന്തുകൊണ്ടാണ് മധുരമുള്ള ഒരു വിഷയമായി മാറിയത്? ബിക്കോസ് ഇറ്റ് ഹാസ് ലോട്ട്സ് ഓഫ് ഡേറ്റ്സ്. അല്ലേ, കാരണം അതിൽ കുറേ ഡേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡേറ്റ്സ്, അതിൻ്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ് എന്നുള്ളത് അതിൻ്റെ വേറൊരു അർത്ഥമാണ്, ഈത്തപ്പഴം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഐ ഹാവ് ടീത്ത് ബട്ട് ക്യാൻറ്റ് ഈറ്റ്, ഹു ആം ഐ? എനിക്ക് പല്ലുണ്ട് പക്ഷേ തിന്നാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് കോം. വാട്ട് ഹാസ് എ ഫേസ് ആൻഡ് ടു ഹാൻഡ്സ് ബട്ട് നോ ആംസ് ഓർ ലെഗ്സ്? രണ്ട് മുഖം ഉണ്ട്, രണ്ട് കൈയുണ്ട്, പക്ഷേ എന്താണ്? നോ ആംസ് ഓർ ലെഗ്സ്. അപ്പോൾ അതിൻ്റെ ആൻസർ ക്ലോക്കാണ്. വാട്ട് ഗോസ് അപ്പ് ആസ് സൂൺ ആസ് ദ റെയിൻ കംസ് ഡൗൺ? അല്ലേ, മഴ പെയ്യുമ്പോൾ മഴ താഴേക്ക് പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ്? അപ്പോൾ അതിൻ്റെ ആൻസർ ആൻ അംബ്രല. വിച്ച് ടു വേർഡ്സ് വെൻ കമ്പൈൻഡ് ഹോൾഡ് എ ലോട്ട് ഓഫ് ലെറ്റേഴ്സ്? അല്ലേ, രണ്ട് വാക്കുകൾ ചേർന്ന് കഴിയുമ്പോൾ ഒരുപാട് ലെറ്റേഴ്സ് ഉള്ള ഒരു വാക്ക് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വാക്ക് പോസ്റ്റ് ഓഫീസ് എന്നുള്ള വാക്കാണ്.
ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. സിറ്റ് ഇൻ പെയേഴ്സ് ആൻഡ് ഫ്രെയിം അറ്റ്ലീസ്റ്റ് 2 ഫണ്ണി ട്രിക്കി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതുപോലെയുള്ള കുസൃതി ചോദ്യങ്ങൾ 1-2 ഉണ്ടാക്കാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 പറയാം. വാട്ട് ഹാസ് കീസ് ബട്ട് ക്യാൻ ഓപ്പൺ ലോക്സ്. കീ ഒക്കെ ഉണ്ട്, പക്ഷേ വാതിൽ തുറക്കാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ആൻസർ പിയാനോ. വൈ ഡിഡ് ദ സ്കെയർ ക്രോ വിൻ ആൻ അവാർഡ്. സ്കെയർ ക്രോയ്ക്ക് അല്ലെങ്കിൽ പാടത്തൊക്കെ കൊണ്ടുപോയി വെക്കുന്ന ആ രൂപത്തിന് അവാർഡ് ലഭിച്ചത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹി വാസ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ഹിസ് ഫീൽഡ്. അല്ലേ, അവൻ്റെ ഫീൽഡിൽ പുറത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് ഇൻ ഹിസ് ഫീൽഡ് എന്നുള്ളതിന് തൻ്റെ മേഖലയിൽ നല്ല പ്രവർത്തനം കാഴ്ചവെച്ചു എന്നുള്ള അർത്ഥവും ഉണ്ട്. ഡു യു റിമെമ്പർ എനി ഫണ്ണി എക്സ്പീരിയൻസ് ഇൻ യുവർ ലൈഫ്? ഡിസ്ക്രൈബ് വൺ ഓഫ് ദം ബിലോ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഇതുപോലെയുള്ള ഫണ്ണി ആയിട്ടുള്ള തമാശപരമായിട്ടുള്ള ഒരു സംഭവം. One day during a family picnic, I decided to impress everyone by showing off my skills at flying a kite. അപ്പോൾ ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഞാനൊരു പട്ടം പറത്താനായിട്ട് ശ്രമിച്ചു. അതെല്ലാവരെയും കാണിക്കാൻ വേണ്ടി ശ്രമിച്ചു. I had seen my friends do it effortlessly, so I thought it would be easy. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന കണ്ടപ്പോൾ ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ വിചാരിച്ചു. I ran with the kite and it took off beautifully at first. തുടക്കത്തിൽ അത് നല്ല രീതിയിൽ പറന്നുപോയി. Everyone cheered and I felt like a champion. അപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി, ഒരു ചാമ്പ്യനാണെന്നൊക്കെ തോന്നി. But then as I tried to maneuver it higher, a sudden gust of wind caught the kite. അപ്പോൾ ഞാൻ അതിനെ ഉയർത്താൻ ശ്രമിച്ച സമയത്ത് ഒരു കാറ്റടിക്കുകയും അങ്ങനെ അത് പറന്നു പോവുകയും എന്നിട്ട് ഒരു സ്ഥലത്ത് അത് മരത്തിൽ കുടുങ്ങുകയും ചെയ്തു. ആൻഡ് ഇറ്റ് ഫ്ലൂ സ്ട്രേറ്റ് ഇൻ ടു എ ട്രീ. ഇറ്റ് വാസ് മോർട്ടിഫൈഡ്. മൈ ഫാമിലി ബേസ്റ്റ് ഇൻ ടു ലാഫ്റ്റർ ആസ് ഐ അറ്റംപ്റ്റഡ് ടു റിട്രീവ് ഇറ്റ്. അതിനെ തിരിച്ച് കൊണ്ടുവരാൻ ഞാൻ നോക്കിയപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും ചിരിച്ചു. ക്ലൈംബിങ് ഓക്വേർഡ് ആൻഡ് ഗെറ്റിംഗ് സ്റ്റക്ക് ഇൻ ദ ബ്രാഞ്ചസ്. ഫൈനലി മൈ ലിറ്റിൽ ബ്രദർ ഹു വാസ് വാച്ചിങ് ദ ഹോൾ സീൻ ഷൗട്ടഡ്. അങ്ങനെ അവസാനം എൻ്റെ അനിയൻ വന്ന് എന്നോട് പറഞ്ഞു, ഡോണ്ട് വറി, ജസ്റ്റ് ടെൽ ഇറ്റ് ടു കം ഡൗൺ. അതിനോട് താഴേക്ക് വരാൻ പറയൂ. I couldn't help but laugh at the absurdity of the situation. അപ്പോൾ ഈ ഒരു സന്ദർഭം അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ കുറേ ചിരിച്ചു. Eventually we all worked together to get the kite down. അങ്ങനെ അവസാനം ഞങ്ങളെല്ലാം കൂടെ പരിശ്രമിച്ച് ഈ ഒരു പട്ടം താഴേക്ക് കൊണ്ടുവന്നു. And it became a hilarious memory. We still talk about it today. അപ്പോൾ അത് എൻ്റെ വലിയൊരു കുട്ടിക്കാലത്തെ മനോഹരമായ ഒരു ഓർമ്മയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ടൈം.